അപ്പം എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപിറ്റൽ വളരെയധികം സെക്യൂർ ചെയ്തുകൊണ്ട് കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി കൃത്യമായ സിസ്റ്റമിക് സപ്പോർട്ടോട് കൂടിയും ബാക്ക് ആൻഡ് സപ്പോർട്ടോട് കൂടിയും ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഓരോ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള സപ്പോർട്ട് എൻഷുർ ചെയ്യുന്നതാണ് ടോക്സിയൻസിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഹാർഡ് വർക്ക് എന്നത് മാത്രമായിട്ട് ഒരു ബിസിനസ് വിജയിക്കണമെന്നില്ല. അവിടെ സ്മാർട്ട് വർക്കിനോടൊപ്പം തന്നെ സിസ്റ്റമിക് ഇംപ്ലിമെന്റേഷന്റെ ഇമ്പോർട്ടൻസ് കൂടെ വന്നാൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആവത്തുള്ളൂ. അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് പടുത്ത് ഉയർത്തേണ്ടത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അതിന്റെ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. ഒരു ബിസിനസ് ആരംഭിക്കുവാനും അത് എക്സ്പാൻഡ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇത്തരത്തിലുള്ള ബേസ്മെന്റ് ക്രിയേഷന് വേണ്ടിയിട്ടും അതിന്റെ സിസ്റ്റമിക് സപ്പോർട്ടിന് വേണ്ടിയിട്ടും സിസ്റ്റം ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും. നമുക്കൊരു ഫ്രാഞ്ചൈസി ഒരു ലൊക്കേഷനിൽ ആരംഭിക്കുക എന്നുള്ളത് ആ പ്രദേശത്തിന്റെ ഷോപ്പ് വാടകയും അതുപോലെ തന്നെ എവിടുത്തെ എത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്, എത്രത്തോളം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഇതിനനുസരിച്ചിട്ട് അവരുടെ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ ആരംഭിക്കുന്ന ഒരു പാറ്റേണിലാവാൻ ഒരിക്കലും കഴിയില്ല ഒരു സിറ്റി ഏരിയയിൽ വന്നിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. കാരണം ഒരു ഷോപ്പ് ആരംഭിച്ച് അതിൻ്റെ അറേഞ്ച്മെന്റ്, അതിൻ്റെ ഇന്റീരിയർ വർക്കുകൾ, ബോർഡ് വർക്കുകൾ, ഇത്തരത്തിലുള്ള സെഗ്മെന്റുകൾ ചെയ്യാനായിട്ട് അവർക്ക് കുറഞ്ഞതൊരു 50,000 മുതൽ 1,00,000 രൂപ വരെ കണ്ടെത്തേണ്ടിയുണ്ട്. പിന്നെ ഫ്രാഞ്ചൈസി ഫീസ് ഒരു 50,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ലോഗിൻ ചാർജ് ഒരു 25,000 റുപ്പീസിന് സംതിങ് അങ്ങനെ എന്താണ് വരുന്നത്. പിന്നെ ടോട്ടൽ ട്രെയിനിങ് പ്രോസസ് എല്ലാം കൂടെ 25, അതായത് ബാക്ക് ആൻഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു പരമാവധി ഒരു 2,00,000 രൂപ മുതൽ 2,50,000 രൂപ വരെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് അവർക്ക് 24 മണിക്കൂറിനുള്ളിൽ സെറ്റ് ചെയ്തെടുക്കാം, അവർക്ക് കഴിവുണ്ടെങ്കിൽ. അതായത് നിലവിലൊരു ഷോപ്പുണ്ട്, ഒരു സർവീസ് ലൊക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 24 മണിക്കൂർ കൊണ്ട് പോലും ഒരു ബിസിനസ് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം ഞങ്ങളുടെ ലോഗിനും ട്രെയിനിങ്ങും 24 മണിക്കൂറിനുള്ളിൽ കൊടുത്ത് കഴിയാൻ സാധിക്കുന്നതാണ്. അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട്. ഇപ്പം നല്ല കാലിബർ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ പെട്ടെന്ന് അത് ഗ്യാദർ ചെയ്യുന്നുണ്ടാവും. അല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള സമയം എടുക്കുന്നുണ്ടാവും. പിന്നെ ഈ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒറ്റ തവണ കൊണ്ട് എൻഡ് ചെയ്യുന്നതല്ല. എല്ലാ ദിവസവും ട്രെയിനിങ് സെക്ഷനുകൾ ഉണ്ടാവും. ആഡ് ചെയ്യുന്ന ഓരോ പ്രോജക്റ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ ദിവസവും ലഭ്യമാക്കുന്ന സർവീസുകൾക്ക് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ആ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ, ഇതിനനുസരിച്ചിട്ടുള്ള പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ഡേ ടു ഡേ ഉണ്ടാവും. അവർ ആ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ തന്നെ ഇംപ്രവൈസേഷൻ നൽകാനും അവരുടെ ചുറ്റുവട്ടമുള്ള ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ പെനട്രേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഏരിയയിൽ ഇതൊരു എന്താ പറയുക, വൺ ടൈം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ്സ് അല്ല. എസ്പെഷ്യലി ട്രെയിനിങ് പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡേ ടു ഡേ അവർ ഇംപ്രവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അവരും ഇംപ്രവൈസ് ചെയ്യണം, അവർ കൂടുതൽ മനസ്സിലാക്കണം, ഫ്രാഞ്ചൈസി അതായത് പഠിക്കാൻ തയ്യാറാവണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് അവർ എല്ലാ കാലവും നിലനിൽക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട്. കാരണം എങ്കിൽ മാത്രമേ അവർക്ക് നല്ല റിസൾട്ടിൽ അവരുടെ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ലൊക്കേഷനിൽ നിന്നും അവരുടെ കൂടുതലാണ്. കാരണം ഒരു ഷോപ്പ് അല്ലെങ്കിൽ സർവീസ് തുടങ്ങാൻ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാക്ക് മാത്രം മതി. പക്ഷെ അത് റൺ ചെയ്തുകൊണ്ട് പോവേണ്ട കൃത്യമായ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവർക്ക് ലോങ് റണ്ണിൽ അത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും ഇതിന്റെ ബാക്ക് ആൻഡ് സപ്പോർട്ടുകൾ നല്ല രീതിയിൽ സെഗ്മെന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ബാക്ക് ആൻഡ് സിസ്റ്റം സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇത് ഓൾറെഡി ഞങ്ങൾ പ്രൂവൺ ചെയ്തിട്ടായിരുന്നു സംസാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ആഗ്രോ സെഗ്മെന്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് സെഗ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അത് ഹൈസ് ആഗ്രോ പ്രൊഡക്ഷൻസ് ആൻഡ് എക്സ്പോർട്സ് എന്നുള്ള സെഗ്മെന്റിലാണ് ഞങ്ങളുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഏകദേശം 70ഓളം തരം വളങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റാണ് ഹൈസ് ആഗ്രോ പ്രൊഡക്ഷൻസ് ആൻഡ് എക്സ്പോർട്സ്. പിന്നെ ഞങ്ങൾ ഏകദേശം 20ഓളം സെഗ്മെന്റുകളുടെ ഫ്രാഞ്ചൈസിയും കൂടിയാണ്, ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ്, ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സ്റ്റോക്കിസ്റ്റും കൂടിയാണ്. അതായത് പോട്ടുകൾ, സ്പ്രേയറുകൾ, ഇങ്ങനെയുള്ള കുറേ അധികം പ്രൊഡക്റ്റുകളുടെ നമ്മളുടെ ബൾക്ക് പർച്ചേസും അതുപോലെ തന്നെ സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നിലവിലുള്ള ചെടി നഴ്സറികൾ വളണ്ടിപ്പോളിലോട്ടൊക്കെയുള്ള സപ്ലൈ പ്രോസസ് ആയിരുന്നു ഹൈസ് ആഗ്രോ പ്രൊഡക്ഷൻസ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഏകദേശം 2.5-3 വർഷത്തോളമായി ഞങ്ങളുടെ കൂടെ ഇനിഷ്യേറ്റീവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റാണ് ആഗ്രോകോപ്സ് KVVK എന്നുള്ള സെഗ്മെന്റ്. ആഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രം എന്നുള്ളത്. ഞാൻ അതിൻ്റെയും ചെയർമാനാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ഒരു ഫ്രാഞ്ചൈസി, അതായത് ഒരാൾക്ക് ഒരു 2.5 ലക്ഷം രൂപയുടെ പർച്ചേസ്, ഒരു ഷോപ്പ് എടുക്കാനുള്ള കപ്പാസിറ്റി, അഡ്വാൻസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി, ആ ഷോപ്പ് നമ്മൾ പറയുന്ന രീതിയിൽ പെയിന്റ് ചെയ്ത് ഫർണിഷ് ചെയ്ത് ബോർഡ് വെച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഒരാൾക്ക്
അയാൾക്ക് പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ ഫ്രാഞ്ചൈസി വ്യക്തമായും ലാഭകരത്തിലും റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധനം കൊടുക്കാൻ ആർക്കും കഴിയും. ഇപ്പം ഒരു ഫ്രാഞ്ചൈസി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനം എടുക്കുമ്പോഴത്തേക്ക് 2.5 ലക്ഷം രൂപയുടെ പർച്ചേസ് മതിയല്ലോ. അതുകൊണ്ട് തീരുന്നൊരു കാര്യമല്ല. കാരണം ഞങ്ങൾ ഇതിനകത്ത് നൽകുന്ന ഒരു ഏറ്റവും വലിയൊരു സേവനം എന്ന് പറഞ്ഞാൽ നോളജ് സെന്റർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ഒരു പഞ്ചായത്തിലാണ് ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നതെങ്കിൽ ആ പഞ്ചായത്തിന് കീഴിലുള്ള 500-ൽ പരം കർഷകരെ അവിടെ നിന്ന് കണ്ടെത്തി അവരെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ട ഡൗട്ട് ക്ലിയറിംഗ് 24/7 ഡൗട്ട് ക്ലിയറിംഗ് സെഗ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു കർഷകൻ അവൻ ആവശ്യമായിട്ടുള്ള ഒരു ഡൗട്ട്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ വിളയിൽ വന്നൊരു എന്തെങ്കിലും ഒരു കേടുപാടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെടി നശിച്ചു പോയി, അപ്പൊ അതിന്റെ കാരണങ്ങളായിരിക്കും, അതിന്റെ ഫോട്ടോസ് ആയിരിക്കും ചിലപ്പോൾ അവർ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ഒരു ഡൗട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിന് എന്ത് മരുന്ന് പ്രയോഗിക്കണം എന്ന് ഒരു ഡൗട്ടോട് കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ ഒരാൾ ഉന്നയിച്ചാൽ ആ ഡൗട്ടുകൾ വിത്തിൻ മിനിറ്റ്സ്, കാരണം 50-ലധികം വിദ്യാർത്ഥികളുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതും നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിലും അവരുടെ പൊട്ടൻഷ്യൽ അടിസ്ഥാനത്തിലും ആ ഫാക്കൽറ്റീസ് സജസ്റ്റ് ചെയ്തിട്ടും ആണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് അതിനോട് താല്പര്യമുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ കോളേജിലുള്ള ഫാക്കൽറ്റീസ്, പിന്നെ പല അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ്, ഞങ്ങളുടെ തന്നെ 3 അഗ്രികൾച്ചർ ഓഫീസർ ഞങ്ങൾക്ക് കഴക്കൂട്ടത്തുള്ള ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ, അഗ്രോകോപ്സ് KVVKയുടെ ഹെഡ് ഓഫീസിൽ 3 അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഫുൾ ടൈം ഉണ്ട്. ഇവരെല്ലാം ഇരിക്കുന്നത് ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ഡൗട്ട് ക്ലിയറിങ്ങിനും അവരുടെ എംപവറിംഗ് പ്രോസസ്സിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് ഇത്തരത്തിലുള്ള സപ്പോർട്ടും കൂടെ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് പർച്ചേസ്, അതായത് ഇപ്പോൾ ഒരാൾക്കൊരു ഡൗട്ട് ക്ലിയറിംഗ് നടത്തുന്നു, ഡൗട്ട് ക്ലിയർ, ഒരാൾക്കൊരു ഇലപ്പുള്ളി രോഗം വന്നു, ആ രോഗം അവർക്ക് വന്നത് എന്തുകൊണ്ടെന്ന് ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്രയും അധ്യാപകരും ഇത്രയും വിദ്യാർത്ഥികളും അവർക്ക് വേണ്ട മറുപടികൾ, പല പല മെസ്സേജ്, ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, സപ്പോസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം പരിഹരിക്കും എന്നൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങളുടെ സെയിൽസ് ടീമും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, അഗ്രോകോപ്സ് KVVKയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് ഫിഷ് അമിനോ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന വളം ലഭിക്കുന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും തൊട്ടടുത്തുള്ള അഗ്രോകോപ്സിന്റെ നമ്പർ ഷെയർ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ ആ ഗ്രൂപ്പിനകത്ത് നാച്ചുറലി ആ അഗ്രോകോപ്സ് നടത്തുന്ന ഫ്രാഞ്ചൈസി ഉണ്ടാവും, അവർക്കും വിളിക്കാം, അവരും വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് അവരുടെ ഒരു പ്രശ്നം, അതായത് ഒരു പഞ്ചായത്തിലെ ഒരു കർഷകൻ അവരുടെ പ്രശ്നം ആ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ സൊല്യൂഷൻ വിത്ത് മെഡിസിനോ അല്ലെങ്കിൽ അതിന്റെ വളമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്തിട്ട് എത്തും. ഇനി ആവശ്യമുണ്ട് കൊണ്ടു തരണോ, ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രോകോപ്സ് KVVKയുടെ ഫ്രാഞ്ചൈസി എന്ത് ചെയ്യും, അതിനും വില്ലിങ് ആയിരിക്കും. അതായത് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്, അവർക്ക് കച്ചവടം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു പർച്ചേസ് സെഗ്മെന്റ് മാത്രമല്ല, കാരണം ഞങ്ങളുടെ ഇൻകത്തിന്റെ മോർ ദാൻ 25%, ഞങ്ങളുടെ ഇൻകത്തിന്റെ, പ്രോഫിറ്റിന്റെ അല്ല, ഇൻകത്തിന്റെ മോർ ദാൻ 25% ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കർഷകരെയും മറ്റു ഉപഭോക്താക്കളെയൊക്കെ എംപവർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് എംപവർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള ഫ്രാഞ്ചൈസി, അതായത് അഗ്രോകോപ്സ് KVVKയുടെ ഫ്രാഞ്ചൈസി ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡിപ്പെൻഡേഷൻ വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ അഗ്രോകോപ്സും കർഷകരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെയധികം സ്ട്രോങ് ആവുകയും, അത്തരത്തിൽ നമുക്ക് കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ 220 ഔട്ട്ലെറ്റുകളുണ്ട് ഓൾറെഡി. കേരളത്തിൽ മൊത്തം ഈ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നവംബർ മന്ത് ലാസ്റ്റിൽ 2025 220-ൽ പരം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ തുറന്നു കഴിഞ്ഞു ഓൾറെഡി. ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ റീപ്ലേസ് ചെയ്ത 2 ഫ്രാഞ്ചൈസികൾ ഒഴിച്ച് ഒരു ഫ്രാഞ്ചൈസിയും ഞങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, സ്കിപ്പായിട്ടില്ല. ചില കാരണങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയ 2 കാരണങ്ങൾ, അതായത് നമ്മളുടെ പോളിസീസ് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഔട്ട്ലെറ്റ് മാനേജ് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള കുറച്ച് കാരണങ്ങൾ കാരണം ഞങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്ത് ഒഴിവാക്കിയ 2 or 3 ഫ്രാഞ്ചൈസി ഉണ്ട്. അതല്ലാതെ ഒരു ഫ്രാഞ്ചൈസിയും ഞങ്ങളെ വിട്ടുപോയിട്ടില്ല കഴിഞ്ഞ 2.5-3 വർഷത്തോളമായി. അവർക്ക് മിനിമം ഒരു 30% മുതൽ 40% വരെയൊക്കെ പ്രോഫിറ്റ് അഷ്യൂർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെഗ്മെന്റ് ചെയ്യുന്നത്. സത്യത്തിൽ അവരുടെ ഇത്തരത്തിലുള്ള അഭൂതമായിട്ടുള്ള ഈ ഫ്രാഞ്ചൈസികളുടെ വളർച്ച കാരണം ഞങ്ങളുടെ പ്രോസസ്സ് കുറെ കൂടെ ഫാസ്റ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്.
അതായത് ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഫാക്ടറി യൂണിറ്റ് ഇപ്പോൾ കണ്ണൂർ തളിപ്പറമ്പിൽ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഓൺ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ട് അവിടെ എൻലാർജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തൃത്താല, പാലക്കാട് തൃശ്ശൂർ ബോർഡർ ബേസ്ഡ് ആയിട്ട് തൃത്താലയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അവിടെയും ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. കാരണം ഇപ്പോൾ നിലവിലുള്ള ഓർഡറുകൾ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത്രത്തോളം റിക്വയർമെന്റുകൾ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ബാക്ക് എൻഡിൽ ഇത്രയും എംപവർ പ്രോസസ്സിംഗ് നടത്തുന്നത് കാരണം അവർക്ക് കുറെ കൂടെ എന്താ പറയുക, വിശ്വസിച്ച് പ്രോഡക്റ്റുകൾ, കാരണം ഇപ്പോൾ ആരെങ്കിലും പറയുന്ന ഒരു ഒരു സജഷൻ അല്ല അവർ കേൾക്കുന്നത്. കൃഷി വകുപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസും അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളും പറയുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന, അവർ പ്രാക്ടിക്കലി തെളിയിച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ അവിടെയുള്ള ലൈബ്രറിയും മറ്റുമൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുന്ന വളരെ ഓതന്റിക് ആയിട്ടുള്ള നോളജാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ട് പല ഈ നമ്മുടെ ബാക്ക് എൻഡ് പ്രോസസ്സുകൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പല പ്രോജക്റ്റുകൾ നമ്മൾ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു വെർമി കമ്പോസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറേ സെഗ്മെന്റുകൾ ഞങ്ങൾ കണക്റ്റഡ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി എടുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഫ്രാഞ്ചൈസി എടുക്കുന്ന, അല്ലെങ്കിൽ അത് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഫ്രാഞ്ചൈസി എടുപ്പിക്കുക, അവനെ കൊണ്ട് കുറച്ച് പർച്ചേസ് ചെയ്യിപ്പിക്കുക, പിന്നെ അവൻ നോക്കിക്കോളും. ഇങ്ങനത്തെ ഒരു പരിപാടിയേ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ നോളജ് സെന്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോളജ് സെന്ററിന്റെ ഇൻക്രിമെന്റ്, അതായത് 500 1000 കസ്റ്റമേഴ്സിനെ ആ ഗ്രൂപ്പുകളിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യിക്കുന്ന എല്ലാ ഫ്രാഞ്ചൈസികൾക്കും ഹ്യൂജ് ഇൻകം ഉണ്ട്. നമ്മുടെ നോളജ് സെന്റർ നോക്കിയാൽ അറിയാം സത്യത്തിൽ അവരുടെ വരുമാനം. കാരണം നോളജ് സെന്റർ ദാരിദ്ര്യമായിട്ട് കിടക്കുന്നുണ്ട്. അതായത് 100 പേര് 150 പേരെ മാത്രമേ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള കച്ചവടമായിരിക്കും ആ ഫ്രാഞ്ചൈസിക്ക് ഉണ്ടത്. ചില ഫ്രാഞ്ചൈസികൾ 500 1000 കർഷകരെ ഒരു പഞ്ചായത്തിൽ നിന്ന് കണ്ടെത്തി, അതായത് അവരുടെ ടാർഗറ്റ് കസ്റ്റമറാണ്. കർഷകർ എന്ന് പറയുമ്പോൾ അവരുടെ ടാർഗറ്റ് കസ്റ്റമറാണ്. ആ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യുകയും അവരുടെ ഡൗട്ട് ക്ലിയറിംഗിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങൾ ബാക്ക് എൻഡിൽ നിന്ന് കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ നാച്ചുറലി ഓരോ ഔട്ട്ലെറ്റും, അത്തരത്തിൽ പ്രോസസ് ചെയ്യുന്ന ഓരോ ഔട്ട്ലെറ്റിനും ഹ്യൂജ് ഇൻകം ഉണ്ട്. കാരണം ലക്ഷങ്ങൾ മാസം വരുമാനമുള്ള ഔട്ട്ലെറ്റും ഉണ്ട്. ഈ നോളജ് സെന്റർ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്ത ഫ്രാഞ്ചൈസികൾക്ക് അതിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷനലി കുറവും വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ തീർച്ചയായിട്ടും കാണണം. നമ്മുടെ എല്ലാം ലാഭം എന്ന് മാത്രം നമ്മൾ പറയാൻ കഴിയില്ല. അതിനനുസരിച്ച്, കാരണം ഇത്രയേ ഉള്ളൂ, പണിയെടുക്കുന്നവന് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റേബിൾ ഇൻകം, പ്രോഫിറ്റ് എന്ന് മാത്രമല്ല സ്റ്റേബിൾ, ഇത് കൺസിസ്റ്റൻ്റാണ്. ഒരു കസ്റ്റമർ ഇത്തരത്തിലുള്ള നോളജ് അക്വയർ ചെയ്തിട്ട് അവരുടെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അത് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബാക്ക് എൻഡ്, ഇപ്പോൾ ഒരാൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള അവരുടെ റിസൾട്ട് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് വേണം. എങ്കിൽ അത് ഇവിടെ നിന്ന് അതിന്റെ ടീമിന്റെ ഫോളോ അപ്പിംഗ് ഉണ്ടാവും. ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടാവും. ആ റിസൾട്ടിന് അനുമതി, കാരണം ഓരോ പ്രദേശത്തെയും ഇപ്പൊ കേരളത്തിൽ ഏകദേശം 24ഓളം സെഗ്മെന്റുകളുണ്ട്. അതിൽ 13ഓളം സെഗ്മെന്റ് ഡിഫറെന്റ് സോയിൽ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ ഡിഫറെന്റ് സോയിൽ ക്വാളിറ്റിയിൽ ഡിഫറെന്റ് രീതിയിലായിരിക്കും ഓരോ ഫെർട്ടിലൈസേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അനലൈസേഷൻ ഒക്കെ ബാക്ക് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നടത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വളങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മിക്സിങ്ങിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ബാക്ക് എൻഡിൽ ചെയ്യാനായിട്ട് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഫുകളായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അഷ്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് ഒരു ഫ്രാഞ്ചൈസി എടുക്കുക, അവനെ കൊണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ള സെഗ്മെന്റേ അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർക്കും ഗ്രോത്ത് ഇല്ല, നമുക്കും ഗ്രോത്ത് ഇല്ല. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എംപവർ ആയിക്കൊണ്ടിരിക്കും. ഒരു കസ്റ്റമർ വരുന്നു, അവരെയും തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഗ്രാജുവലി ഇവരുടെ സെയിൽസ് ഇപ്പൊ ഈ മാസം 50,000 രൂപ വരുന്നത് അടുത്തത് 70,000 ആവും, പിന്നെ അത് 1,00,000 ആവും, അത് കൂടുന്നുണ്ടാവും. പിന്നെ സീസൺ ബേസ്ഡിലുള്ള അനലൈസേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഏപ്രിലിൽ ഇന്ന ഏരിയ, ഇപ്പൊ ചില ക്രോപ്പുകൾക്ക് വളം ചെയ്യുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ചില പ്രോസസ്സുകൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മഴ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള അനലൈസേഷൻ നടത്തിയിട്ട് അതാത് ഏരിയയിൽ വേണ്ട സജഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് അവർക്ക് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോസസ്സുകൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ഞങ്ങൾ ഈ ആഗ്രോ ക്രോപ്സ് എന്നുള്ള സെഗ്മെന്റ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് 220 ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്ത് സക്സസ്ഫുള്ളി റൺ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഇൻവോൾവ് അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോക്സിയോൺസ് എന്ന് പറയുന്ന സേവാ കേന്ദ്രങ്ങളുടെ ക്രിയേഷനിൽ, അതിന്റെ സിസ്റ്റമിക് ബിൽഡിങ്ങിലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസിലാണ് തീർച്ചയായിട്ടും ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബിസിനസിന്റെ ഭാഗമാകുന്ന ഒരാൾക്ക് അവർക്കൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാം, ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ.
അവർക്ക് ഷോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ടൈം, അല്ലെങ്കിൽ ഷോപ്പ് ഫർണിഷ് ചെയ്യേണ്ട ടൈം, ഷോപ്പിൽ ബോർഡ് വെക്കേണ്ട ടൈം ഒക്കെ ഇതൊരു ഘടകം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫെസിലിറ്റി ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ് അത് തുടങ്ങുന്നത്, ഒരു പ്രിന്റർ വാങ്ങാനായിട്ട് ഉള്ള സമയവും അവരുടെ അവരുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള അറിവ് മാത്രം മതി അവർക്ക് ഈ നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ ഭാഗമാകാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ആൾക്കാർക്കും അവരുടെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട്, അവരുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ ലോങ് ടൈം ബിസിനസ്, ഇതൊരു ലോങ് ടൈം ബിസിനസ്സാണ്. ഈ പ്രോക്സിയോൺസ് എന്ന് പറയുന്ന സെഗ്മെന്റ് തന്നെ ലോങ് ടൈം ബിസിനസ് ആണ്. കാരണം ഒരു അടുത്ത ഒരു വർഷത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആ നാട്ടിൽ സംഭവിക്കുന്ന കച്ചവടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഡേ ടു ഡേ അപ്ഡേഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ നാട്ടിലെയും പർച്ചേസ് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഏരിയയിൽ കൂടുതൽ ഫ്ലാറ്റുകൾ വരുന്നു, അപ്പോൾ ഫ്ലാറ്റുകളുടെ ഒരു പർച്ചേസ് കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക, പർച്ചേസ് പൊട്ടൻഷ്യൽ വേറെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനലൈസേഷനും ഡാറ്റയും ഇവരിൽ നിന്നും ഒക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് അതിനെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, ആ ഏരിയയിൽ എങ്ങനെ സെയിൽസ് കൂട്ടാം, ആ ഏരിയയിലുള്ള നോർമൽ കച്ചവടക്കാർക്ക്, അതായത് ഗ്രോസറികൾക്കും അതുപോലെ തന്നെ പ്ലംബിംഗ് ഷോപ്പുകൾക്ക്, ഇലക്ട്രിക്കൽ ഷോപ്പുകൾക്കൊക്കെ എങ്ങനെ നമുക്ക് കച്ചവടം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം, അത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരാൾക്ക്, അവർക്ക് പ്രിന്റർ ഉണ്ട്, ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന, സ്വന്തമായിട്ടൊരു സ്മാർട്ട് ഫോൺ ഉള്ള ഒരാൾക്കാണെങ്കിൽ വിത്തിൻ 24 അവർ അവർക്കൊരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അതിന് നമ്മളിപ്പോ ഇത്ര റൂം വേണം, അല്ലെങ്കിൽ ഓഫീസ് വേണം, ഇങ്ങനെ ഒരു സംവിധാനം വേണ്ട. പക്ഷെ അവർക്ക് ഫീൽഡിൽ ഇറങ്ങി പണി ചെയ്യാനുള്ള മൈൻഡാണ് ആദ്യം വേണ്ടത്. ആദ്യത്തെ 2 മാസം പ്യുവർലി ഫീൽഡ് വർക്കായിരിക്കും. കാരണം ആ ഫീൽഡ് വർക്കിലൂടെയാണ് ആ ഏരിയയിൽ നിന്നും അവർക്ക് നിയർ സെല്ലറിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഉപഭോക്താക്കളെ 250 കുറയാത്ത ഉപഭോക്താക്കളെ അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീടാണ് ഇവർക്ക് വേണ്ട ഡിഫറെന്റ് സർവീസുകൾ, സെഗ്മെന്റുകളും ഇൻഡെപ്തിൽ നൽകുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇൻഡെപ്തിൽ നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ കസ്റ്റമർക്കും അവർക്ക് ആവശ്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് തേങ്ങ വെട്ടുകാരായിരിക്കും ആവശ്യം. തേങ്ങ വെട്ടുകാർ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തൊട്ടടുത്ത് നിയർ സെല്ലറിലേക്ക് വന്നിട്ടുള്ള ആ, ആ ലൊക്കേഷനിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള തേങ്ങ വെട്ടുകാരനായിരിക്കും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഇനി ആ ഏരിയയിൽ തേങ്ങ വെട്ടുകാരനില്ല എങ്കിൽ തൊട്ടടുത്തുള്ള ഫ്രാഞ്ചൈസി, അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിൽ നിന്ന് തേങ്ങ വെട്ടുകാരൻ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഒരു ഫ്രാഞ്ചൈസി തന്നെ ഒരു തേങ്ങ വെട്ടുകാരനും, ആ ഫ്രാഞ്ചൈസി എന്നുള്ള തേങ്ങ വെട്ടുകാരനും, ആ ഫ്രാഞ്ചൈസി എന്നുള്ള തേങ്ങ പറമ്പുള്ള ആളുമാണെങ്കിൽ, തെങ്ങും പറമ്പുള്ള ആളുമാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ഫ്രാഞ്ചൈസിക്ക് ഡബിൾ ഇൻകം കിട്ടും. മനസ്സിലായില്ലേ? തേങ്ങ വെട്ടുകാരൻ പുറത്തുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ തെങ്ങും പറമ്പുകാരൻ ആ ഫ്രാഞ്ചൈസിക്ക് കീഴിലുള്ള ആളാണെങ്കിൽ ഒരു ഇൻകം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫ്രാഞ്ചൈസിക്ക് കീഴിലുള്ള ആള് അവിടെ നിന്നൊരു തേങ്ങ വെട്ടുകാരനെ കണ്ടെത്തി അവന്റെ ടൈം, അല്ലെങ്കിൽ അവന്റെ സർവീസ് ഇതിനകത്ത് അഷ്വർ ചെയ്യുക എന്നുള്ളത് ഈ ഫ്രാഞ്ചൈസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത്തരത്തിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ സെൻട്രലി ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപഭോക്താവിന് കൃത്യമായി സർവീസ് കിട്ടണം. അത് എവിടെ നിന്നായാലും, അത് തൊട്ടടുത്ത് നിന്ന് ഏറ്റവും തൊട്ടടുത്ത് ആ സെയിം ഫ്രാഞ്ചൈസിയുടെ കീഴിൽ കിട്ടുമെങ്കിൽ അതായിരിക്കും ഞങ്ങൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഏറ്റവും ഷോർട്ട് ടൈമിൽ കിട്ടണം, അവരാവശ്യപ്പെടുന്ന സമയത്ത് കിട്ടണം. തീർച്ചയായിട്ടും ഒരു എന്റർപ്രണർ ആകുന്ന സമയത്ത് അവർ ഒരു എന്റർപ്രണർ, അവർക്ക് ഒരു ഇൻഡിവിജ്വലി ഒരു സ്ഥാപനം വേണമെങ്കിൽ തുടങ്ങാം, ഒരു ഷോപ്പ് തുടങ്ങാം. അപ്പോൾ A to Z കാര്യങ്ങൾ, അതിൻ്റെ കസ്റ്റമർ, പിന്നീടുള്ള ആഫ്റ്റർ കസ്റ്റമർ വന്നതിന് ശേഷമുള്ള അവരുടെ ഡീലിംഗ്, അവരുടെ ക്വാളിറ്റി സർവീസ് കൊടുക്കുക, ഇങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഫ്രാഞ്ചൈസിക്കായിരിക്കും സാധാരണഗതിയിൽ. പക്ഷെ ഇവിടെ ഞങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള എല്ലാ ഹെഡേക്കിൻ്റെയും ഒരു 90% പ്രോസസ്സും ഹാൻഡിൽ ചെയ്യുന്നത് ബാക്ക് എൻഡിൽ നിന്നിട്ടാണ്. അത് ത്രൂ സോഫ്റ്റ്വെയർ ത്രൂ ആണ്, ത്രൂ അനലിറ്റിക്കലാണ്. അവിടെ AI-യുടെ ഇംപ്ലിമെന്റേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ വളരെ ഷോർട്ട് ടൈമിൽ കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ ക്ലാരിറ്റിയാണ് ഇതിലെ മുഖ്യം, ക്യാപിറ്റൽ അല്ല. ആർക്കും ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ ക്യാഷ് ഉണ്ട്, 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ ക്യാഷ് ഉണ്ട് എന്ന് കരുതിയിട്ട് ആർക്കും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. പക്ഷെ ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതെങ്ങനെ സക്സസ്സിലേക്ക് എത്തിക്കും, എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം അഷ്വർ ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിനൊരു കൃത്യമായ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകില്ല. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഓരോ എൻവയോൺമെന്റിന് കണക്കാക്കി ആ സെഗ്മെന്റ് നമ്മൾ മാറ്റി, അല്ലെങ്കിൽ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രോസസ്സുകൾ മാറ്റി ഓപ്പറേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് ബാക്ക് എൻഡിലുള്ള ഒരു ടീം വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് ഈ ഫ്രാഞ്ചൈസി അക്യൂസിയേഷൻ, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊരു ജസ്റ്റ് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല,
സ്ഥാപനം തുടങ്ങുക, ആ ലൊക്കേഷനിൽ നിന്നുള്ള സർവീസും അല്ലെങ്കിൽ ഷോപ്പുകളെ ലിസ്റ്റ് ചെയ്യിപ്പിക്കുക, കൺസ്യൂമേഴ്സിന് ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളും കൊണ്ടുവരിക, അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു സെഗ്മെന്റിനോടൊപ്പം തന്നെ ഓരോ കസ്റ്റമേഴ്സിന്റെയും റിക്വയർമെന്റിന് ആനുപാതികമായിട്ട്, കാരണം ഓരോരുത്തർക്കും ഓരോ ആവശ്യമായിരിക്കും. ഒരു വീട്ടിലുള്ള ആളുടെ ആവശ്യമായിരിക്കില്ല അടുത്തൊരാളിന്. അപ്പം എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപിറ്റൽ വളരെയധികം സെക്യൂർ ചെയ്തുകൊണ്ട് കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി, കൃത്യമായ സിസ്റ്റമിക് സപ്പോർട്ടോട് കൂടിയും ബാക്ക് ആൻഡ് സപ്പോർട്ടോട് കൂടിയും ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഓരോ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള സപ്പോർട്ട് എൻഷുർ ചെയ്യുന്നതാണ് പ്രോക്സിയൻസിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കാരണം ഒരാൾ ഓരോ ബിസിനസ്സും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, പ്രോപ്പർ ട്രെയിനിങ് നൽകുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എംപവറിംഗ് പ്രോസസ്സുകൾ നൽകുക, അവരെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക, അവരെ ഓരോ കസ്റ്റമേഴ്സിന്റെയും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കുക, ഡീലിങ്ങുകൾ കൃത്യമായിട്ട് നടത്തുന്നു ഉറപ്പാക്കുക. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് എൻഡിൽ ഉറപ്പാക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തോട്ടുള്ള കുറേ സർവീസുകൾ, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഡൽഹിയിൽ ഓഫീസുണ്ട്, ബോംബെയിൽ ഓഫീസ് വരുന്നുണ്ട്, ചെന്നൈ, കൊൽക്കത്ത, സൂററ്റ് പോലുള്ള നഗരങ്ങളിൽ നമ്മുടെ ഓഫീസുകൾ വരുന്നുണ്ട്. അതായത് ആ ലൊക്കേഷനുകളിൽ ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഉപഭോക്താവിന് നമ്മുടെ ഈ സിസ്റ്റത്തിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡൽഹിയിൽ ഒരു ജോലി കിട്ടി, നമ്മുടെ ഈ ഫ്രാഞ്ചൈസിക്ക് കീഴിലുള്ള ഒരു കൺസ്യൂമറിന് അവരുടെ മകന് ഡൽഹിയിൽ ജോലി കിട്ടി. ഡൽഹിയിൽ ജോലി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ചിലപ്പോൾ ഗൂഗിളിലോ മറ്റോ നോക്കിയിട്ട് അവരുടെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആ ഡൽഹിയിൽ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ചെറിയൊരു പേയ്മെന്റ് അവർ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, വളരെ ചെറിയൊരു നെഗ്ലക്റ്റഡ് പേയ്മെന്റ് അത് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, ആ ലൊക്കേഷനിലുള്ള ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യും, ഫിസിക്കലി വെരിഫിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സഹിതം ഇവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടി ആ നാട്ടിലേക്ക് പോകുമ്പോൾ സേഫ് ആണോ, കമ്പനി സേഫ് ആണോ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ സേഫ് ആണോ, ഇനി അല്ല അവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യണം, അതിനും പരിചയമില്ലാത്തൊരു ഒരാളെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഫ്രാഞ്ചൈസിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഫ്രാഞ്ചൈസിയും സെൻട്രൽ ഓഫീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സെൻട്രൽ ഓഫീസിൽ നിന്ന് അതാത് ഓഫീസുമായിട്ട്. ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്ന കാര്യമാണ്. അവിടേക്ക് കമ്മ്യൂണിക്കേഷൻ പോകും, കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് പ്രോസസ്സ് വിത്ത് വീഡിയോസ്. കാരണം അത് മാത്രമല്ല, ഇനി ഫിസിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടോ, അതായത് പുള്ളി എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ വരുന്നു, അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ആ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണോ, സേഫായിട്ട് എത്തിക്കാം. കാരണം ഞങ്ങളുടെ വെരിഫൈഡ് ആയിട്ടുള്ള ഓൺ സ്റ്റാഫുകളായിരിക്കും അതാത് ലൊക്കേഷനിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാഫുകളെ പോലുള്ള ഫ്രാഞ്ചൈസികളായിരിക്കും ഓരോ ലൊക്കേഷനിലുള്ളത്. ഫ്രാഞ്ചൈസികളെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ഇതിനകത്തേക്കും സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചുറ്റുവട്ടമുള്ള ഉപഭോക്താക്കൾക്ക് നൽകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാരേജ്, ഇപ്പം നമ്മൾ മാരേജ് സെഗ്മെന്റ് ഉണ്ട്, ഞങ്ങളുടെ മാട്രിമോണി സെഗ്മെന്റ് ഉണ്ട് ഓൾറെഡി, പ്രോക്സിയോൺസ് മാട്രിമോണി സർവീസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം മാട്രിമോണി സർവീസസിൽ ഒരാൾ ഫ്രാഞ്ചൈസിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫ്രാഞ്ചൈസി ഒരു രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഫിസിക്കലി അവരെ വീട് അറിയാം, അവരുടെ ലൊക്കേഷൻ അറിയാം, അവരുടെ പൊട്ടൻഷ്യൽ അറിയാം, അവരുടെ ക്വാളിഫിക്കേഷൻ അഷുറൻസ് അറിയാം, അവരുടെ ജോലിയെക്കുറിച്ച് അറിയാം. എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയാവുന്ന രീതി ഒരു വ്യക്തി അപ്ലോഡ് ചെയ്യുന്ന ഒരു ഡാറ്റ, അല്ലെങ്കിൽ അത് വെരിഫിക്കേഷൻ നൽകിയിട്ട് അത് വെരിഫൈ ചെയ്ത ശേഷം നൽകിയിരിക്കുന്ന ഒരു ഡാറ്റ. അപ്പോൾ അവരുടെ ഗ്രൂമിനെ കണ്ടെത്തുന്ന സമയത്ത് മറ്റൊരു ഫ്രാഞ്ചൈസിയിൽ നിന്നായിരിക്കും ഗ്രൂം, പക്ഷേ അവർക്ക് കൃത്യമായ വെരിഫിക്കേഷൻ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രൊഫൈല് അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഓരോ കൺസ്യൂമേഴ്സിന് എന്ത് കൊടുക്കണം, കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എന്ത് കൊടുക്കണമെന്ന് നമ്മുടെ ഫ്രാഞ്ചൈസികൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും. കാരണം ക്ലാരിറ്റിയാണ് ക്യാപിറ്റലിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് വർക്ക് എന്നത് മാത്രമായിട്ട് കൊണ്ട് ഒരു ബിസിനസ് വിജയിക്കണമെന്നില്ല. അവിടെ സ്മാർട്ട് വർക്കിനോടൊപ്പം തന്നെ സിസ്റ്റമിക് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസും കൂടെ വന്നാൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആവത്തുള്ളൂ. അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് പടുത്തുയർത്തേണ്ടത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അതിൻ്റെ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം സെറ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഏകദേശം ഹൈ സ്റ്റേ എന്നുള്ള സെഗ്മെൻറ്റിൽ ഏകദേശം 636ഓളം വീടുകൾ തിരുവനന്തപുരം ജില്ലയിൽ നമുക്കുണ്ട്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ നിന്ന് വീടുകൾ എടുത്തിട്ട് റെൻറ്റിങ്ങും ലീസിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഹൈ സ്റ്റേ എന്നുള്ള സെഗ്മെൻറ്റാണത്. 638 കൃത്യമായിട്ടുണ്ട് ഈ നവംബർ എൻഡിൽ നമുക്കുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിൽഡിംഗ് ഓണർമാരെ നിന്ന് വീടുകൾ എടുത്തിട്ട് ഫർണിഷ് ചെയ്തതിന് ശേഷം
ടെക്നോ പാർക്കിലും അതുപോലെ തന്നെ മറ്റ് സറൗണ്ടിങ് ലൊക്കേഷനുകളിലുമുള്ള പ്രീമിയം കസ്റ്റമേഴ്സിന് ഇൻക്ലൂഡിങ് ഫർണിച്ചർ റെന്റിന് കൊടുക്കുന്ന ഒരു സെഗ്മെന്റാണ്. അതായത് ഫർണിച്ചറിനൊക്കെ റെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് റെന്റ് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ഇനി ഫർണിഷ്ഡ് പ്രോപ്പർട്ടീസ് അല്ലാത്ത രീതിയിൽ ലീസിങ് കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ പ്രോസസ്സ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളൊരു മാസം റെന്റ് അല്ലെങ്കിൽ ഒരു ഇൻകം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു 5000 രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെലവ് കഴിഞ്ഞ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോഴും ആ എമൗണ്ട് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് സംവിധാനിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ മാസവും അവരുടെ റെന്റ് 30 ദിവസം കഴിയുമ്പം റെന്റ് വന്നേ പറ്റത്തുള്ളൂ. അവരുടെ റെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഓണേഴ്സിന് കൊടുക്കുന്നുണ്ടാവും. ഞങ്ങളുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്നത് ക്യുമുലേറ്റീവ് ഇൻകം ആയിട്ട് മാറുന്നുണ്ടാവും. ഇത് 2017 മുതൽ തുടങ്ങിയ പ്രോസസ്സുകളിൽ ഒന്നാണ് ഈ ഹൈ സ്റ്റേ എന്ന് പറയുന്ന സെഗ്മെന്റ്. 2017 മുതൽ ഇത്രയും നാൾ കൊണ്ടാണ് ഈ 630 പരം വീടുകൾ നമുക്കായത്. അപ്പം അവിടെ ആ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത്. സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അമരത്തിരിക്കുന്ന എനിക്ക് മറ്റു ആക്ടിവിറ്റികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. കാരണം സിസ്റ്റം ഇല്ലെങ്കിൽ ഓരോ കോളുകളും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. കാരണം വീടുകളാണ്, അവർക്ക് വാട്ടർ ഹീറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പോലും അവരുടെ കോൾ വരുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ഫ്രിഡ്ജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ കോൾ വരുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സേവനത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ താമസിക്കുന്നവർ 630 വീടുകളെന്ന് പറയുമ്പം അതിൻ്റെ ഇരട്ടിയോളം കസ്റ്റമേഴ്സാണ്. കാരണം ബിൽഡിംഗ് ഓണറും നമ്മുടെ കസ്റ്റമറാണ്. കാരണം അവർ വീട് തന്നിരിക്കും, അവരുടെ വീടിന് നശിപ്പിച്ചെന്ന് പറഞ്ഞും കോൾ വരാം, അവരുടെ വീട്ടിൽ കാട് പിടിച്ചു എന്ന് പറഞ്ഞും കോൾ വരാം. അപ്പം ഇതൊക്കെ എങ്ങനെ നമുക്ക് പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പരിഹരിക്കാം, അതെങ്ങനെ പീരിയോഡിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ കൃത്യമായിട്ട് പീരിയോഡിക് ഇടപെടലുകളിലൂടെ എങ്ങനെ നമുക്ക് ഇത് പരിഹരിക്കാമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അവെയർ നമ്മൾ എടുത്തിട്ട് ആ സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ സെഗ്മെന്റ് വിജയിക്കേണ്ട, ഒരു ബിസിനസ് വിജയിക്കേണ്ട ആദ്യന്തികമായിട്ടുള്ള ഘടകം. ഹാർഡ് വർക്ക്, തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ഒരു ബിസിനസിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ വേണം, തീർച്ചയായിട്ടും വേണം. കാരണം ഹാർഡ് വർക്ക് എസ്പെഷ്യലി അത് ലീഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ വീടുകളിൽ സ്കൂട്ടറിൽ പോയിട്ട് ഓരോ വീടുകളും ആദ്യത്തെ ഒരു 10-50 വീടുകൾ എനിക്കിപ്പോഴും കാണാപ്പാടോ, അതിൻ്റെ വാട്ടർ ടാങ്ക് എവിടെയാണ്, അതിൻ്റെ സെപ്റ്റി ടാങ്ക് എവിടെയാണ്, അതിൻ്റെ ഏത് ലൈനിൽ കൂടെയാണ് അവരുടെ പ്രോസസ്സ് പോകുന്നത്, ആദ്യത്തെ ഒരു 10-50 വീടുകൾ ഇപ്പോഴും കാണാപ്പാടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് സ്റ്റാഫുകളെ കൊണ്ടുവരുന്നു, അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓരോ പ്രോസസ്സ്, ഓരോ കംപ്ലൈൻറ്റും വരുമ്പം ഒന്ന് ആ കംപ്ലൈൻറ്റ് നമ്മൾ ആദ്യം നമ്മൾ ഫിസിക്കലി പരിഹരിക്കുക, രണ്ടാമത് അതിനകത്ത് എങ്ങനെ സിസ്റ്റം കൊണ്ടുവരാമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്നിട്ട് ആ സിസ്റ്റം എങ്ങനെ പ്രോപ്പറായിട്ട് അടുത്ത ടീം എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല പ്രശ്നങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ ക്ലീനിങ് സ്റ്റാഫിൻ്റെ നിന്നായിരിക്കും നമുക്കൊരു കംപ്ലൈൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പോകുന്ന സ്റ്റാഫ് അവർ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. എന്നാൽ അവരെ നമുക്ക് ഒരുപാട് പണിഷ്മെൻറ്റ് ചെയ്ത് വിടാനും കഴിയില്ല. കാരണം അവർ പോയി കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് അടുത്ത ദിവസം ചെയ്യാൻ വേറെ ആളുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു എൻ്റർപ്രണർ പലപ്പോഴും നേരിടാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ടാക്റ്റിക്കലായിട്ട് ഡീൽ ചെയ്യുന്നു, അതെങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ ഡീൽ ചെയ്യണം. അതായത് ഒന്ന്, സ്പോണ്ടേനിയസ് ആയിട്ട് ആ പ്രശ്നം പരിഹരിച്ച് വിടണം. ആ പ്രശ്നം ചിലപ്പോൾ അതിന് നമ്മൾ നേരിട്ട് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ആ സമയം മുതൽ ആസ് ആൻ എൻ്റർപ്രണർ നമ്മൾ ചിന്തിക്കേണ്ടത് അതെങ്ങനെ ശാശ്വതമായ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള അനലൈസേഷൻ നടത്തിക്കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാം, അതിനെങ്ങനെ സിസ്റ്റം കൊണ്ടുവരാം, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ചിന്തിച്ചാൽ മതി, ഉറപ്പായിട്ടും ആ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചിട്ട് ആ കംപ്ലൈൻറ്റ് നമ്മളിലേക്ക് വരാതെ, അല്ലെങ്കിൽ ആ കംപ്ലൈൻറ്റ് ഉണ്ടാകാത്ത രീതിയിൽ അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാവും. പക്ഷെ അത് ചിന്തിക്കുന്നിടത്താണ് അതിൻ്റെ കാര്യം. ചിന്തിക്കണമെങ്കിൽ ആദ്യം തീർച്ചയായിട്ടും ആ പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെ ചിലപ്പോൾ നമ്മൾ ഹയർ ചെയ്യേണ്ടി വരും. ഉള്ള സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അവർക്ക് ആ സിസ്റ്റം ചെയ്യുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യാനായിട്ടൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കോമൺ മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് മുകളിലേക്ക് വരുന്ന രീതിയിലേക്ക്, ഒരു കംപ്ലൈൻറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റോ അതല്ലെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ് കട്ടിങ്ങോ ഒക്കെ സിസ്റ്റം, അത്തരത്തിലുള്ള കുറേ സിസ്റ്റംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ക്യുമുലേറ്റീവായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് വരാനുള്ള റെൻ്റ് ഇവിടെ വരും. ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ആ സെഗ്മെൻറ്റ് ഈ രീതിയിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇത്രയും വീടുകളോടുകൂടി നമ്മളുടെ മിനിസ്ട്രിയിലുള്ള ആളുടെ വീട് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു ഗവൺമെൻറ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊഫഷണൽസ്, അതുപോലെ എബ്രോഡ്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ വീടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീടുകൾ എടുത്തിട്ട് ഞങ്ങൾ ടേക്ക് ഓവർ, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സേവനങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്കിനോടൊപ്പം കൃത്യമായ സിസ്റ്റമിക് ഇംപ്ലിമെൻറ്റേഷനും കൂടെ
എല്ലാം കൂടെ ഒരു കൃത്യമായിട്ടൊരു ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ബിസിനസ്സിൻ്റെ സെഗ്മെൻറ്റും സക്സസ് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും നമ്മളെപ്പോഴും നിലനിർത്തണം ഒരു ബിസിനസ്സിൽ. കാരണം പാസീവ് ഇൻകം കൃത്യമായിട്ട് നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ പ്രോസസ്സിനും ഡേ ടു ഡേ ആക്ടിവിറ്റിക്കുമൊക്കെ പാസീവ് ഇൻകവും അതുപോലെ തന്നെ ആക്റ്റീവ് ഇൻകവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. കാരണം ഒരേ സമയം ചില ആൾക്കാർ ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ തന്നെ ലൈഫ് ടൈം നിൽക്കുന്ന വലിയ എൻ്റർപ്രണേഴ്സ് ആകത്തില്ല ഒരിക്കലും അത്തരത്തിലുള്ള ആൾക്കാർ. അതായത് ഒരു ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും പാരലി ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു എൻ്റർപ്രണർ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള എന്താ പറയുക ടർബുലൻസ് വന്നാൽ പോലും അവർക്ക് ഹാൻഡിൽ ചെയ്ത് അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അപ്പം ഒരിക്കലും ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് മാത്രം കൊണ്ട് ഒരിക്കലും വർക്കൗട്ടില്ല. ഈവൻ സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രവും നമ്മൾ ഒരിക്കലും സക്സസ് ആവണമെന്നില്ല. സ്മാർട്ട് വർക്കിനോടൊപ്പം സിസ്റ്റമിക് ഇംപ്ലിമെൻറ്റേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് ആ ബിസിനസ് കൃത്യമായിട്ട് ഉപഭോക്താക്കളുള്ള ബിസിനസ് ആയിരിക്കുക എന്നുള്ളത്. കാരണം ഉപഭോക്താക്കൾ ഇല്ലാത്തൊരു ബിസിനസ് വെറുതെ തുടങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇനി ഉപഭോക്താക്കളുള്ള ബിസിനസ് തന്നെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടണം എന്നത് കൃത്യമായിട്ടുള്ള ധാരണ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ഉണ്ടാവണം. ഒരു ബിസിനസ് ചെയ്യുന്ന ആളിന് ബിസിനസ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ആ ബിസിനസ് എങ്ങനെ സക്സസ്ഫുള്ളായി റൺ ചെയ്യാം എന്നതിനെക്കുറിച്ച്, അതായത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും, അത് എവിടെ എത്തും, എത്ര നാൾ കൊണ്ടെത്തും, ഏത് ലെവലിലേക്ക് എത്തും, ഏത് ടാർഗറ്റഡ് കസ്റ്റമറിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് പിച്ച് ചെയ്യിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ ഇൻവോൾവ്ഡ് ആണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഒരു ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് വിസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമിക് ബിൽഡിംഗ് ആയിരിക്കാം, ചിലപ്പം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ എക്സ്പീരിയൻസ് ഉള്ള ആളിനെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കാം. ആ കൊണ്ടുവന്ന് ഇതിൻ്റെ പാർട്ടാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ടാക്കി മാറ്റിക്കൊണ്ട് അവർക്കൊരു കരിയർ പാത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മുടെ കസ്റ്റമേഴ്സിനും യൂസ്ഫുൾ ആവണം. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആണ് ഒരു ബിസിനസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ്സിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മുടെ പ്രോക്സിയോൺസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രോക്സിയോൺസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. അതായത് കഴിഞ്ഞ 6-7 വർഷമായിട്ടുള്ള നമ്മുടെ യാത്രയിൽ പലതരം സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൈമഹൽ എന്നുള്ള സോഫ്റ്റ്വെയർ പള്ളികൾ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുകയും ആ സോഫ്റ്റ്വെയറിൻ്റെ മാർക്കറ്റിംഗ് ടീമിന് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഓൾ കേരള നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്ത് അത് അവരൊരു 3 മുതൽ 6 മാസം വരെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കൃത്യമായി ഡേ ബൈ ഡേ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യക്കാരുണ്ടെന്നും ഇത്തരത്തിലുള്ളൊരു സ്ലോട്ട് ഉണ്ടെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ലോക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, കാരണം ഇത് പള്ളികളാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ കമ്മിറ്റികൾ അല്ലെങ്കിൽ അതിൽ ചിലപ്പം അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജില്ലയിലൊരു എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു താലൂക്കിലൊരു എക്സിക്യൂട്ടീവോ കൊണ്ട് മാത്രം അത് ഓപ്പറേറ്റ് ആവാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും, മിക്കവാറും ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ അവർ വർക്കില്ലാത്ത സമയത്തോ ഒക്കെ ആയിരിക്കും കസ്റ്റമേഴ്സിനെ കാണേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ 2 അടി പിന്നിലോട്ട് വയ്ക്കുക. എങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സ് മൊത്തം മാറ്റിയിട്ട് ഇതിനെ പബ്ലിക്കിലേക്ക് നമുക്ക് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതായത് ആ എക്സിക്യൂട്ടീവ്സിൻ്റെ പ്രോസസ്സ് നമ്മളൊരു ട്രയൽ റൺ നടത്തിയിട്ട് ആ ട്രയൽ റണ്ണിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ 2 സ്റ്റെപ്പ് പിറകിലോട്ട് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ഓൺലൈൻ വഴി തന്നെ സോഫ്റ്റ്വെയറിലൂടെ, അതായത് ഇന്നിപ്പം ആ സൈറ്റ് വഴി തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ വേണോ ഓൺലൈൻ സോഫ്റ്റ്വെയർ വേണോ എന്ത് ചെയ്യാം, പാക്കേജ് അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറ്റി. അതെന്തുകൊണ്ട് അതിലേക്ക് എത്താൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫിസിക്കലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ചില മെത്തേഡുകളാണ്. പക്ഷെ അപ്പോഴും കഴിഞ്ഞില്ല. ഒരു 50% കസ്റ്റമറിൽ ഇപ്പോഴും അവർക്ക് ഓൺ സൈറ്റിൽ അവരുടെ സർവീസ് കിട്ടിയാലേ നടക്കത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാത്തിലും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വേറൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തു. ലോക്കലി ഒരാളുണ്ട്, ഇപ്പോൾ ഒരു തൊട്ടടുത്ത ഒരാളാണ് വന്ന് കണക്ട് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ പറയുന്നത്. അല്ലെങ്കിൽ മിക്കവാറും സോഫ്റ്റ്വെയറുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആളിനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളിനെയോ കാണുന്നില്ല. അവർ മിക്കവാറും ഓൺലൈൻ വഴി എന്തെങ്കിലും സർവീസ് ആയിരിക്കും അവർക്ക് എടുക്കുന്നത്. അപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക,
എവിടെയോ ഇരിക്കുന്ന ഒരു സെഗ്മെന്റിനായിരിക്കും അവരെന്ത് ചെയ്യുന്നത് വിശ്വസിച്ചിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അവിടുത്തെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ERP മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെ അത് ഏൽപ്പിച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷെ നമ്മുടെ ഈ പ്രോക്സിയോൺ സെഗ്മെന്റ് വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സർവീസിന് തൊട്ടടുത്ത് ആ സർവീസ് പ്രൊവൈഡറുടെ ഒരു ഏജന്റ് ഉണ്ടാവും. ആ ഏജന്റും സെൻട്രൽ ഓഫീസുമായിട്ട് എന്തായിരിക്കും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ആ ഏജന്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്കൊരു ഇപ്പോൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തേക്ക് എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ആഡ് ചെയ്യണം. അവർക്കൊരു കോളിനോടൊപ്പം തന്നെ എന്താണ് ഏറ്റവും തൊട്ടടുത്ത് അവർക്കൊരു 100 മീറ്ററോ 200 മീറ്ററോ ചുറ്റളവിൽ, അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ അതിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏജന്റ് ഉണ്ടാവും. ആ ഏജന്റും കമ്പനിയുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കും, സെൻട്രൽ ഓഫീസുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കും. അപ്പം അവർക്ക് സർവീസ് കിട്ടാനായിട്ട് യാതൊരു പ്രശ്നവും, കാരണം തൊട്ട് ഫ്രണ്ടിൽ ആളുണ്ട്, അത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, മറ്റ് ഇപ്പോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ട് മാത്രമല്ല, സർവീസ് സപ്പോർട്ടുകളും ഇപ്പം പിന്നെ പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ, ഇതിനെല്ലാത്തിനും തൊട്ട് ഫ്രണ്ടിൽ ഒരാൾ എന്തുണ്ട് കാണാനായിട്ടും അവരെ കണക്ട് ചെയ്യാനായിട്ടുമുണ്ട്. അതാണ് ഈ പ്രോക്സിയോൺസ് എന്നുള്ള പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഫ്രാഞ്ചൈസീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്രാഞ്ചൈസി അവരെ എടുക്കുക അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടായിരിക്കും ആ ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ ഓരോ ആക്ടിവിറ്റീസിനും, ഷോപ്പുകൾക്കും സർവീസുകൾക്കും ഇൻകം കിട്ടും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസിക്കും ഇൻകം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സെറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് എപ്പോഴും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിന്റെ ഫൗണ്ടേഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫൗണ്ടേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിന്റെ സക്സസ് ഇരിക്കുന്നത്. ഈ പ്രോക്സിയോൺസ് എന്നുള്ള ഈ ഒരു സെഗ്മെന്റ്, അതായത് ഈ ഒരു രീതിയിലുള്ള ലോക്കൽ പാർട്ട്നേഴ്സ് തന്നെയാണ് അവർ. കാരണം ഫ്രാഞ്ചൈസീസ് എന്നുള്ള ഒരു സിമ്പിൾ വേർഡിൽ നമ്മൾ ഒതുക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ലോക്കൽ പാർട്ട്നേഴ്സ് ആണ് അവർ. നമ്മുടെ ലോക്കൽ പാർട്ണറായി മാറുന്ന ഒരാൾക്ക് അയാളൊരു എന്റർപ്രണറായി മാറുകയാണ്. ആ ലൊക്കേഷനിലുള്ള, ആ ഏരിയയിലുള്ള എന്തിനും ഏതിനും അയാൾ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരാളായി മാറുകയാണ് അയാൾ. അപ്പോൾ ആ നാട്ടിലെ ഒരു ജനപ്രതിനിധി പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു രീതിയിൽ ആ നാട്ടിൽ സ്വീകാര്യപ്രദമായിട്ടുള്ള ഒരാളായിട്ട് നമ്മുടെ ഈ എന്റർപ്രണർ മാറുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബാക്ക് ആൻഡ് സപ്പോർട്ടുകൾ, കാരണം അയാൾക്ക് ഫീൽഡിലാണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം, അയാൾ ഷോപ്പിലാണെങ്കിലും കണക്ട് ചെയ്യാം. ഈവൻ അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ഇൻകം കിട്ടും ചില സർവീസുകൾക്ക്. അയാൾ ചിലപ്പം ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് ഇട്ട ഒരു കസ്റ്റമർ ആയിരിക്കും, പിന്നീട് ആ കസ്റ്റമറുമായിട്ട് അയാൾക്ക് ചിലപ്പോൾ നേരിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷേ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അയാൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ഇൻകം ആർക്ക് കിട്ടും, ഈ ഫ്രാഞ്ചൈസിക്ക് കിട്ടും. അപ്പം ഇത് ആക്ച്വലി ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഫൗണ്ടേഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ അടിസ്ഥാനമാണ്. അതില്ലെങ്കിൽ ബിസിനസ് സക്സസ്, എത്ര വലിയ ഐഡിയ ഉണ്ടെങ്കിലും ശരി, എത്ര വലിയ ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഓണർഷിപ്പ് എടുക്കാൻ ക്യാപ്പബിലിറ്റി ആകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിലാണെങ്കിൽ ഒരിക്കലും ആ ബിസിനസ് സക്സസ് ആവത്തില്ല. അപ്പോൾ അടിത്തറ തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകം. നമ്മൾ എവിടെ എത്തണം എന്ന് കൃത്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരണ ഉണ്ടാവും. അതിൻ്റെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് എത്തിക്കേണ്ടത്, പിച്ച് ചെയ്യേണ്ടത്. കാരണം എന്ന് ചിലരുണ്ടാവും പോകുന്ന വഴിക്ക് അങ്ങ് തെളിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടാവും. അതിനെപ്പോഴും ഒരു എന്താ പറയുക, എപ്പോഴും ഒരു സഡൻ ബ്രേക്ക് പ്രതീക്ഷിക്കാം ആ ബിസിനസ്സിന്. പക്ഷെ കൃത്യമായ ധാരണയോടുകൂടി പാത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പോകുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, അതിന് ഒരു സക്സസ് ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ട സിസ്റ്റം, നിങ്ങൾക്ക് ആ ബിസിനസ്, ഒരു ബിസിനസ് ആരംഭിച്ചിരിക്കുന്ന ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള അടിത്തറയുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമിക് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പെരിഫറൽ ഫെസിലിറ്റീസ് ഉണ്ട്, എന്നൊക്കെ നമുക്ക് അഷ്വർ ചെയ്യാനായിട്ടുള്ള, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും നൽകാനായിട്ട് ഞാനും എൻ്റെ കമ്പനികളും ബാധ്യസ്ഥരായിരിക്കും. ഒരു ബിസിനസ് ആരംഭിക്കുവാനും അത് എക്സ്പാൻഡ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ബേസ്മെൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടും അതിൻ്റെ സിസ്റ്റമിക് സപ്പോർട്ടിന് വേണ്ടിയിട്ടും സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും.